ഇടുക്കി ജില്ലയിൽ ഇന്നലെ പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. തൊടുപുഴ ഉൾപ്പെടുന്ന ലോ റേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. അതിതീവ്ര മഴയ്ക്ക് കാരണം ലഘുമേഘ വിസ്ഫോടനമെന്ന് സംശയിക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. കാലവർഷാരംഭത്തിൽ തന്നെ ഇടുക്കി ജില്ലയിൽ പെയ്ത മഴയിലുണ്ടായത് വ്യാപക നാശനഷ്ടമാണ്. ജില്ലയുടെ ലോ റേഞ്ച് മേഖലയിൽ ഉൾപ്പെടെ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പലയിടത്തും കനത്ത മഴ പെയ്തിറങ്ങിയത്. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലുമുണ്ടായി. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കരിപ്പലങ്ങാടിന് സമീപം പലയിടത്തും മണ്ണിടിഞ്ഞു. 5ലധികം വാഹനങ്ങളുടെ പുറത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഇതിൽ 2 വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകളുണ്ടായി. തലനാഴിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. 1 മണി മുതൽ തുടങ്ങിയ മഴയാണ്. നിർത്താതെ നല്ല ശക്തമായ ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. അതാണ് തുടക്കം. അതിനൊരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇവിടെ ഇടിയുന്നത്. 2 ഘട്ടമായിട്ടാണ് ഇവിടെ ഇടിഞ്ഞത്. കരിപ്പലങ്ങാട് ഭാഗത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണെങ്കിലും വീടിനുള്ളിലുണ്ടായിരുന്ന യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൂച്ചപ്ര ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി. ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയാണ് ഇവിടെ ഒലിച്ചുപോയത്. ഇവിടെ നിന്ന് അതിനൊരു ഇതെല്ലാം കൂടി ഇടിഞ്ഞ് താഴത്തെ പിന്നെ താഴെ ഒരു വീടിന്റെ ഒരു പകുതി ഭാഗം പോയിട്ടുണ്ട്. മൂലമറ്റം താഴ്വാരം കോളനി ഭാഗത്ത് ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായി. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും ഗതാഗതവും വൈദ്യുതിയും താറുമാറായിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ അടച്ച തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാത ഇന്ന് രാവിലെ ഭാഗികമായി തുറന്നു. മലങ്കര അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതിനാൽ തന്നെ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട പന്തളത്ത് ചൂണ്ടയിടുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. പൂഴിക്കാട് അയ്യത്ത് ഭവനിൽ 36 വയസ്സുള്ള ദീപുവാണ് മരിച്ചത്. കരിങ്ങാലി പുഞ്ചയിൽ ചൂണ്ടയിടാൻ പോയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ദീപുവിന് അപസ്മാര രോഗവും ഉള്ളതായി ബന്ധുക്കൾ പറഞ്ഞു. കൊല്ലം കൊട്ടാരക്കരയിൽ ഒഴുക്കിൽപ്പെട്ട് വീട്ടമ്മ മരിച്ചു. ഓടനാവട്ടം കട്ടയിൽ സ്വദേശിനി സുലഭ രാധാകൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മകൾക്കൊപ്പം വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന സുലഭയെ കാണാതായത്. 2 ദിവസം നാട്ടുകാർ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് വെളിയം കടവിൽ മൃതദേഹം കണ്ടെത്തിയത്. കാസർഗോഡ് വയോധിക കിണറ്റിൽ വീണ് മരിച്ചു. മണക്കാട് വീട്ടിൽ നാരായണിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ പുഴക്കരയിൽ ഉള്ള ആൾമറയില്ലാത്ത കിണറ്റിലാണ് വീണത്. രാവിലെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കോഴിക്കോട് പയ്യോളിയിൽ പോലീസ് ജീപ്പ് ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന പയ്യോളി SI അൻവർ ഷാ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് എന്നിവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ജീപ്പ് നിയന്ത്രണം വിട്ട് റോഡിന്റെ നടുവിലെ ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. രാവിലെ 11:30യോടെയാണ് അപകടം. സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാക്കാൻ സ്കൂൾ ബസ്സുകളിൽ പരിശോധന തുടരുകയാണ്. തിരുവനന്തപുരത്തെ സ്കൂളുകളിലെ ബസ്സുകളിൽ MVD പരിശോധന നടത്തി. എറണാകുളം